ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. പാർട്ടി ടൈമിലും ഗസ്റ്റ് വരുന്ന ടൈമെല്ലാം അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. ആദ്യം തന്നെ ഞാനൊരു പുഡിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പം ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് മുഴുവനായിട്ട് കവറാകുന്ന രൂപത്തിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പം ബിസ്ക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഗീ കേക്കാ അല്ലെങ്കിൽ സാധാ നോർമൽ കേക്ക് അതെല്ലാം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഈ ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പൊതുവേ ഞാൻ പുഡിങ്ങെല്ലാം റെഡിയാക്കി എടുക്കുമ്പം ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുക്കൽ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചിട്ട് ബിസ്ക്കറ്റ് ഒന്ന് സോക്കാനും വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു ടൈം കൊണ്ട് വേറൊരു പാത്രത്തിൽ ഞാൻ 250 ml 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുന്നതിലും കൂടുതൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മധുരമെല്ലാം നിങ്ങളുടെ അനുസരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഈ ഒരു മിൽക്ക് മെയ്ഡും പാലും കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കുന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അടിക്ക് പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കാരമൽ പുഡിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. ഈ ഒരു പൗഡറാണ് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. പാല് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി പഞ്ചസാര എല്ലാം മൊത്തത്തിൽ മെൽറ്റാക്കി എടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാധാ നോർമൽ പച്ചവെള്ളം എടുത്തിട്ടാണ് കേട്ടോ മിക്സാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഒരു പൗഡർ മിക്സാക്കി എടുക്കുന്ന ടൈമിൽ എന്താ പറയുക, ചൂടുവെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. സാധാ നോർമൽ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൾഡ് പാലുണ്ടാവില്ല, തണുത്ത പാല്, അതെടുത്തിട്ട് മിക്സാക്കി എടുത്താലും മതി. കട്ടയൊന്നുമില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഈ ഒരു മിക്സാക്കി എടുത്തത് ഞാൻ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ മിക്സാക്കി എടുത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തിക്കായി കിട്ടും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് തിക്കായി കിട്ടണം, അതുവരെ വേണം ഇത് മിക്സാക്കി എടുക്കാനും വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം.
ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്ത പാടന്നെ ഇത് നമുക്ക് ആ ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിക്കായി പോവും. അതുകൊണ്ട് ഞാൻ പുഡിംഗ് ട്രേ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സില്ലേ അത് ഇതിന് മുകളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഞാനിപ്പം ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് സമയം കഴിഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ടെക്സ്ചർ. നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത പാടന്നെ പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാനിത് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കിയിട്ട് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലോ വെച്ച് കൊടുക്കുക. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ അരമണിക്കൂറെല്ലാം മതിയാവും കേട്ടോ. ഇനിയിപ്പം ഇത് നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു പുഡിങ്ങിന് മുകളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കുമ്പം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ആ ഒരു ടേസ്റ്റെല്ലാം മൊത്തത്തിലങ്ങ് മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഇതേപോലെ മൊത്തത്തിലൊന്ന് മെൽട്ടാക്കി എടുക്കുക. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത പാടന്നെ നമ്മൾ നേരെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിക്കായി പോവും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഞാനൊന്ന് സ്പ്രെഡാക്കി കൊടുക്കലാണ്. ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ആഡ് ചെയ്ത് കൊടുത്ത പാടന്നെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക. അപ്പോൾ ഇത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇതേപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തത് വേണമെന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നട്ട്സ് വെച്ചിട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ടാ അങ്ങനെയെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പം ഞാൻ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തത് അതിൻ്റെ സൈഡിൽ മാത്രം ഒന്ന് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്തെടുക്കലാണ്. എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനിയിപ്പം ഇത് ഫ്രീസറിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെല്ലാം വെച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവറാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. മൊത്തത്തിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കട്ടാക്കി എടുക്കലാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി പുഡിങ്ങാണ്. പാർട്ടി ടൈമിലും ഗസ്റ്റ് വരുന്ന ടൈമെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് മേലയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പാക്കി കൊടുത്തേ. നിർബന്ധമൊന്നുമല്ല. ഞാനിപ്പം കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.